എൻ്റെ പേര് ലിസി, വിശാഖപട്ടണത്തു നിന്ന് വരുന്നത്. എൻ്റെ മോന് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ്. 2 വർഷമായിട്ട് അവൻ്റെ തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോയിരുന്നു. ശരീരത്തിലെ ഒരു രോമങ്ങളും ഉണ്ടായിരുന്നില്ല. ഹോമിയോ മരുന്ന് കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ആയുർവേദം കഴിച്ചു, എന്നിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രായമായവരുടെ പോലെ, അപ്പൂപ്പന്മാരുടെ പോലെ ആയിരുന്നു. മുടി നരച്ച്, മൊത്തം നരച്ച് ഉള്ളതും അതും കൊഴിഞ്ഞു തുടങ്ങി. മീശയും പിരിയനെല്ലാം പോയായിരുന്നു. ഇവിടെ ഒരു ഏകദിന കൺവെൻഷന് കൈയെല്ലാം മെയിൽ വന്നായിരുന്നു. അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞവരോട് സാക്ഷ്യം പറയണം വന്ന് 33 ദിവസം 33 വിശ്വാസ പ്രമാണം ചൊല്ലി ഒലിവ് ഓയിൽ പെരട്ടാൻ പറഞ്ഞു. അത് പെരട്ടിയതിന് പ്രകാരം ഇപ്പോൾ അവൻ്റെ തല നിറച്ച് കറുത്ത മുടി വന്നു. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞാൽ എന്തൊരു വലിയ അത്ഭുതം അല്ലേ. 2 വർഷമായിട്ട് ഈ ഒരു രോഗം അവിടെ കംപ്ലീറ്റ് മുടിപ്പുരികവും ഇതെല്ലാം കൊഴിഞ്ഞു പോയി. ഇവിടെ വന്ന് ബന്ധന പ്രാർത്ഥന സ്വീകരിച്ച് ഈ ഒരു വെട്ടി അത്ഭുതമാല കണ്ടപ്പോൾ സൗഖ്യം കിട്ടി. അത്ഭുത ജപമാല അച്ഛൻ വിളിച്ച് പറഞ്ഞു ആൻസനെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന്. എൻ്റെ മോൻ്റെ പേര് ആൻസൺ എന്നാണ്. പള്ളിയിലൊന്നും പോയില്ലായിരുന്നു, വിഷമമായിട്ട്. ആര് വന്നാലും തൊപ്പിട്ടല്ല, അത് വീട്ടിലും അവൻ നിൽക്കില്ലായിരുന്നു, അതുപോലെയായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് മുഖത്ത് വെള്ളപ്പാണ്ട് 8 മാസമായിട്ട് വെള്ളപ്പാണ്ട് വന്നിരുന്നു. നെറ്റിയുടെ ഈ അറ്റം തുടങ്ങി ഈ അറ്റം വരെ ഉണ്ടായിരുന്നു. ചെവിയുടെ പുറകിൽ, ചെവിയുടെ ഉള്ളിൽ, മൂക്കുമെല്ലാം വെള്ളപ്പാണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി ഒലിവ് ഓയിൽ പരത്തിയതിൻ്റെ പേരിൽ അതെല്ലാം മാഞ്ഞുപോയി. പിന്നെ പട്ടിശല്യം ഭയങ്കരമായിരുന്നു ഞങ്ങൾക്ക് വിശാഖപട്ടണത്ത്. റൂമിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ 5-8 പട്ടികൾ വന്ന് കിടക്കുമായിരുന്നു. എത്ര ഓടിപ്പിച്ചാലും പോവില്ലായിരുന്നു. അന്ന് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ബന്ധന പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം പട്ടികളെല്ലാം ദൂരേക്ക് പോയി. പട്ടിശല്യം ഒഴിഞ്ഞു കിട്ടി. പിന്നെ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് ഭയങ്കര കടമായിരുന്നു, കോടികൾ കടം ഉണ്ടായിരുന്നു. അവർക്ക് നിൽക്കുകളില്ലാതെ ഇപ്പോൾ എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞു കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി ഉപ്പ് തരാം ചേച്ചി, ഒരു കാര്യം ചെയ്യാം, അവിടെ പറമ്പിൽ കൊണ്ടിട്. ഒരു സൈറ്റാണ് വാടകയ്ക്ക് കൊടുത്തേക്കണത്. 5 വർഷം കഴിയാണ്ട് 5 വർഷത്തേക്കാണ് കൊടുത്തേക്കണത്. അത് 3 വർഷം കൂടി ഉണ്ട്. ഇനി അത് കഴിയാതെ അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, ഒത്തിരി അനുഗ്രഹങ്ങൾ നടക്കുന്നുണ്ട്, ചെയ്ത് നോക്ക്, കാര്യമില്ലടി അതുകൊണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ്. അവർ ചെന്നൈയിലാണ് ജോലി ചെയ്യണത്. അവിടേക്ക് പോവാൻ ഞങ്ങളെന്ന് പറഞ്ഞു. നമ്മൾ ഇത് ഇട്ടിട്ട് പോയിക്കോ, 33 ദിവസം 33 വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അവർ ഉപ്പ് ഇട്ടു. അതുപോലെ 33 ദിവസം 33 വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലം 1 മാസം 33 ദിവസം വിശ്വാസ പ്രമാണം തീർന്ന അന്ന് രജിസ്ട്രേഷനും കഴിഞ്ഞു. 4.5 കോടിക്ക് ആ സ്ഥലം വിൽക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവത്തിന് നന്ദി പറയും. വലിയ സാക്ഷ്യങ്ങളെ കേൾക്കണേട്ടോ.